സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് കാലം CPM-നെ സംബന്ധിച്ചിടത്തോളം വിള്ളലുകളുടെ വിഭാഗീയതയുടെ വിമത ശല്യത്തിൻ്റെ കാലമാണ് എന്നാണ് മനസ്സിലാക്കിയത്. പലയിടങ്ങളിലും സുധാകരനെ പോലുള്ള 63 വർഷത്തെ പാർട്ടി പാരമ്പര്യം ഉപേക്ഷിച്ച് CPM-നെതിരെ CPM-ന്റെ ബദ്ധ ശത്രുവായ കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് UDF-നോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തിന് എതിർത്ത് മത്സരിക്കുന്നു അമ്പലപ്പുഴയിൽ. ഇതുപോലെ TK ഗോവിന്ദൻ PK ശ്യാമള എന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDF പാളയത്തിൽ നിന്നും CPM-നെതിരെ മത്സരിക്കുന്നു. P കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ TI മധുസൂദനൻ MLA-ക്കെതിരെ മത്സരിക്കുന്നു. ഇതുപോലെ കേരളത്തിലെമ്പാടും വിരലിലെണ്ണിയാൽ 5ഓ 6ഓ ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് CPM-ന് കൃത്യമായി തന്നെ CPM-നകത്ത് വിള്ളൽ വീണിരിക്കുന്നു. ആ വിള്ളലിൻ്റെ ആഴം വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് ഒരുപക്ഷെ AK ബാലൻ്റെയോ ശ്രീമതി ടീച്ചറിൻ്റെയോ കയ്യിലുള്ള ആ തീവ്രത അളക്കുന്ന യന്ത്രം അതിന് മതിയാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് CPM-നകത്ത് വിള്ളലുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ CPM അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികളുടെയും പദ്ധതി നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു. CPM-ന്റെ B ടീം അല്ലെങ്കിൽ CPM-ന്റെ സാമ്പത്തിക സ്രോതസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പലയിടങ്ങളിലും കൊട്ടേഷൻ പോലുമില്ലാതെ സർക്കാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. എന്തിന്? ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പന്തൽ നിർമ്മാണം മുതൽ അവിടെ നടത്തിയ സദ്യ വരെ ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ കൊട്ടേഷൻ കൊടുത്തിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. പിന്നീട് അതിനെ തുടർന്നുണ്ടായ ഒച്ചപ്പാടുകളെല്ലാവരും നമ്മൾ കണ്ടു. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദത്തിന് 9 ലക്ഷം രൂപ കൊടുത്തതായെല്ലാം പിന്നീട് പത്രവാർത്തയിൽ നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ഈ ഊരാളുങ്കൽ നിർമ്മിച്ചു കൊടുത്ത വീടുകൾക്കും CPM-നകത്ത് ഉള്ളിലുണ്ടായ വിള്ളലുകൾ പോലെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത 2 വീടുകളിലാണ് ഇപ്പോൾ വിള്ളലുകൾ കണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലം പിണറായി വിജയനും CPM-നും വലിയ വലിയ തലവേദന ഉണ്ടാക്കുന്നു, തിരിച്ചടികൾ ഉണ്ടാക്കുന്നു. അതിൽ മറ്റൊരു തിരിച്ചടി കൂടി വന്നിരിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരുന്ന വീടിൽ ഇപ്പോൾ വിള്ളൽ കണ്ടിരിക്കുന്നു. എന്താണ് ഇതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വിള്ളൽ ഇപ്പം 2 ഉള്ളെന്ന് പറഞ്ഞ് മറ്റു കെട്ടിടങ്ങൾക്ക് ചെറിയ ഡാമേജ് ഉള്ളെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്രളയം ഇപ്പം ഉണ്ടായ പ്രളയത്തേക്കാൾ, കഴിഞ്ഞ കാലത്തുണ്ടായ പ്രളയങ്ങളെക്കാൾ കുറച്ചുകൂടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ, അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ തീവ്രത കുറഞ്ഞ പ്രളയമാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും അവിടെ ഉറപ്പായിട്ടും പല ഘട്ടങ്ങളും നിലം പൊത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എന്താ പറയുന്നത്, അണ്ണാൻകുഞ്ഞ് മരങ്കറ്റം മറക്കുമെന്ന് ചോദിച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റി എന്തെങ്കിലും പണിതാൽ ഒരു 50% സിമെൻറ്റും ഇഷ്ടികയും കമ്പിയും സ്വന്തമാക്കി മാറ്റി മറിച്ച് വിറ്റ് AKG സെൻ്ററിൽ എത്തിക്കുമോ എന്ന് ആർക്കും സംശയമില്ല. അല്ല, ഈ കൃത്യമായി CPM-ന് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നടത്തുന്ന എല്ലാ പദ്ധതികളും, മിക്കവാറും 99% പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. പിന്നീട് അവർക്ക് അതിനെക്കുറിച്ച് പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റാളുകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൂടെ തന്നെ അവർ വേറെ ആളുകൾക്കെങ്കിലും കൊടുക്കും. അതുപോലെ പല കൈകളും മറിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ വളരെ വളരെ വലിയ വലിയ തുക അഴിമതി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഊരാളുങ്കലിന് ലാഭം കിട്ടണമെങ്കിൽ അത് കൊട്ടേഷൻ മറിച്ചു കൊടുക്കുമ്പോൾ അവന് കൃത്യമായ ലാഭം കിട്ടണം, അവന് അടുത്തവർക്ക് മറിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടണം. അങ്ങനെ 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അതൊക്കെ പോട്ടെ, അങ്ങനെ പറഞ്ഞാൽ ജനം നമ്മളെ പരിഹസിക്കും. 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 50 ലക്ഷം ഊരാളുങ്കലിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് മറിച്ചു കൊടുക്കുമ്പോൾ എത്ര കോടികളുടെ അഴിമതി അവിടെ നടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഇപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചാലും ഈ വിള്ളൽ കണ്ടതിന് എന്താണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം വന്നിട്ടുണ്ടോ? ഇല്ല, പിണറായി വിജയൻ്റെ പ്രസ്ഥാനം ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ഞങ്ങളല്ലാതെ ആരുണ്ടെന്ന് ചോദിക്കുക. ഈ വീടുകളിൽ താമസിച്ച് ആ രാത്രി ഇരുട്ടത്തോ അല്ല 2-3 ദിവസം കൊണ്ട് മഴ പെയ്ത് ഇറങ്ങുകയായിരുന്നെങ്കിൽ, നിലം പൊത്തിയിരുന്നെങ്കിൽ എത്ര മനുഷ്യജീവന് പിണറായി വിജയൻ ഉത്തരം പറയുമായിരുന്നു. ആദ്യം വേണ്ടതാണ്. വെറുതെ ഒരു റോഡ് പണിത മറ്റുള്ളവരും പോകുന്നത് മാത്രമല്ല, ഈ വീടുകളിൽ താമസിക്കുന്ന കൊച്ചുകുട്ടികൾ ഇപ്പോഴുള്ളവർ താമസിക്കുന്ന ആ വീടുകൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? അല്ല, കാര്യമായ ബലക്ഷയമില്ലാത്ത പാലാരിവട്ടം പാലം
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന് മനഃപൂർവ്വം നരഹത്യയിലേക്ക്, അതായത് അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു, അസുഖം മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് ഈ പാലം പൊളിച്ചു കളയണം, പാലത്തിൻ്റെ കാര്യത്തിൽ അഴിമതി നടത്തിയെന്നൊക്കെ പറഞ്ഞതിൻ്റെ വേട്ടയാടിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ, അവരിപ്പോൾ ഊരാളുങ്കൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിള്ളലിനെ കുറിച്ച് എന്ത് പറയും? പക്ഷെ എൻ്റെ ഉൾക്കണ്ട അവിടല്ല. ഊരാളുങ്കൽ സൊസൈറ്റി കാണിച്ച കൊള്ള, അല്ലെ മൊത്തമുള്ള കൊള്ള, ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ഏറ്റെടുക്കുകയും ടെൻഡറും വേണ്ട ഒന്നും വേണ്ടാത്ത രീതിയിൽ വർക്ക് ഏറ്റെടുത്ത് ആ വർക്കിൽ നിന്നെല്ലാം അമിതമായ ലാഭം ഉണ്ടാക്കുകയും ചെയ്ത CPM-കാർക്ക്, ദാമോദരൻ ഉൾപ്പെടെയുള്ള വൻപിട CPM-ൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ചെയ്യുന്ന സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് ഷാജി. മതമാണ്. അത് ആ ഷാജി അവിടെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് വേറൊരു ഷാജി നമുക്ക് എടുക്കാം. ഷാജിയുടെ വീട് സ്കൂളിൽ നിന്ന് നിയമനത്തിന് കാശ് മേടിച്ചു, +2 അഡ്മിഷന് കാശ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് 25 ലക്ഷം രൂപയുടെ ഒരു അഴിമതി ആരോപണം വന്നു. ഈ അഴിമതി ആരോപണം അന്വേഷിക്കാൻ ED വന്നു, റവന്യൂ ഇൻ്റലിജൻസ് വന്നു, എല്ലാ വിഭാഗവും വന്ന് ഷാജിയുടെ ഭാര്യ വീടിൻ്റെ അടിത്തറ വരെ ഇളക്കി അളന്നു നോക്കി. 25 ലക്ഷം രൂപയുടെ കേസാണിത്. ഊരാളുങ്കൽ സൊസൈറ്റി നാട്ടിൽ 25 കോടിയിൽ 250 കോടിയിലധികം തട്ടിപ്പിൻ്റെ റിപ്പോർട്ടുകൾ പല പ്രാവശ്യമായിട്ട് പുറത്തു വന്നു, പല പ്രാവശ്യമായിട്ട് പരാതി വന്നു, പല പ്രാവശ്യം നിയമസഭയിൽ ചോദ്യങ്ങളുണ്ടായി. ഒരു ED ഇങ്ങോട്ട് കയറി. അപ്പം നമ്മൾ BJP ആയിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഊരാളുങ്കൽ ഒരു സിമ്പലാണ്. മാരാർ ഭവനെയും AKG സെൻറ്ററിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു സിമ്പലാണ് ഊരാളുങ്കൽ സൊസൈറ്റി. രണ്ടിടത്തും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു പോകുക. റെയിൽവേയുടെ വർക്കുണ്ട്, റെയിൽവേയുടെ വർക്ക് ഊരാളുങ്കലിലുണ്ട്, ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. ഈ പൈസയൊക്കെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ കൊള്ളയുടെ സിമ്പലായിട്ട് മാറിയ ഊരാളുങ്കൽ സൊസൈറ്റി ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത മാമാങ്കം കാണിക്കുമ്പോൾ പിണറായി വിജയന് താങ്ങായി നിന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഒരു തരത്തിൽ കുറേ വീടുകൾ തട്ടിക്കൂട്ടി കൊടുത്തു കാണിക്കാൻ വേണ്ടി മാത്രം. അത് സമ്മതിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമോ? അത് ചോദ്യം ചെയ്യാൻ തയ്യാറാവുമോ? പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-ൽ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കാൻ ചിലരെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ ബാക്കി പത്രം പുറത്തു വരുമ്പോൾ പിണറായി വിജയന് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അല്ല, ഇപ്പോൾ ഒരു കാര്യം നേരെ ചിന്തിക്കാൻ മനസ്സിലാവുന്നൊരു കാര്യമാണ്. കാരണം ഊരാളുങ്കൽ നടത്തിയിട്ടുള്ള ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അഴിമതികൾ നടന്നിട്ടുണ്ടോ? മറ്റെല്ലാ വീടുകളുടെയും ബലക്ഷയം പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? അത് പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള പാർപ്പിടം ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാൻ പറ്റിയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള ഈ വിള്ളലുകൾ സൂചിപ്പിക്കണു. അങ്ങനെയാണെങ്കിൽ പാലാരിവട്ടം പാലം അടച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ പിണറായി വിജയൻ സർക്കാർ ഈ ശേഷിച്ച സമയം, അതായത് മെയ് 4 വരെയാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, ഈ മെയ് 4 വരെയെങ്കിലും അതിനുള്ളിൽ ഈ ഊരാളുങ്കൽ പണി കഴിപ്പിച്ച വീടിന്റെ ബലക്ഷയത്തെക്കുറിച്ച് കാര്യക്ഷമമായ രീതിയിൽ അടിയന്തരമായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യണം. പിന്നെ തീർച്ചയായും കാരണം ഇതുപോലത്തെ വിള്ളൽ എന്ന് മാത്രമേ നമുക്കറിയത്തില്ല. ഇവർ പറയുന്നതേ ഉള്ളൂ. ആ വിള്ളലിൻ്റെ ആഴോ വ്യാപ്തി അറിയത്തില്ല. എന്താ വിള്ളൽ വളർന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്യാൻ 2-3 ദിവസം പെയ്യൊരു പ്രളയം സമാനമായ സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ മുകളിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഈ വീടുകളൊക്കെ നിലം പൊത്തുകയില്ല എന്ന് ആർക്കുറപ്പ് പറയാൻ പറ്റും? അതല്ലാതെ തന്നെ വേണമെങ്കിൽ ആവുമല്ലോ. വിള്ളലുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ നിലപാടുകൾ അവിടെ അല്ലേ? ഒരു കാരണവശാലും നമുക്കത് നിർവചിക്കാൻ പറ്റില്ല. റിക്ടർ സ്കെയിലിൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത രീതിയിലുള്ള ചില ഭൂചലനങ്ങൾ പോലും അതെ തകർന്നടിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അരക്ഷിതാവസ്ഥയിൽ ജനങ്ങളെ കഴിയാൻ അനുവദിക്കാതെ ആ ജനങ്ങളെയെല്ലാം ഊരാളുങ്കൽ നിർമ്മിച്ചിട്ടുള്ള അത്തരം വീടുകളിൽ നിന്ന് ജനങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിച്ച് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ജനങ്ങളെ വീണ്ടും അവിടെ പാർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് കേവലം രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാരിനും താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായ മറ്റൊരു വാസസ്ഥലം ഒരുക്കി ഈ വീടുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇവരെ പാർപ്പിക്കുക. അല്ലാത്ത വീടുകൾ പൊളിച്ചു കളഞ്ഞ് വീണ്ടും പണിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. സർക്കാർ ഏത് മാറി വന്നാലും ജനങ്ങളുടെ സ്വത്തിനും ജീവനുമെല്ലാം ഉറപ്പ് കൊടുക്കാത്ത ഏത് സർക്കാർ എന്ത് തരത്തിലാണ് പിന്നെ ജനസേവനം ചെയ്യുന്നത്? അപ്പോൾ ഏത് തരത്തിലുള്ള ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിനൊക്കെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കാറുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ സർക്കാർ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മിനിമം കോൺഗ്രസ് നേതാക്കളെങ്കിലും ആവശ്യപ്പെടണം. തങ്ങൾ അധികാരത്തിൽ വന്ന് കെട്ടിടങ്ങളുടെ പരിശോധന പൂർണ്ണമായിട്ട് നടത്തുന്നവരെ തൽക്കാലത്തേക്ക് ആൾക്കാരെ 2-3 ആഴ്ച മതി, 2-3 മെയ് 4 വരെ മതി.
അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് പരിശോധന പൂർത്തിയാക്കിയിട്ട് മാത്രം താമസിപ്പിച്ചാൽ മതി എന്ന് ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് വി.ഡി. സതീശനായാലും സുധാകരനായാലും ആരായാലും ശശി തരൂരായാലും കെ മുരളീധരനായാലും തിരുവഞ്ചൂരായാലും ഏത് മുഖ്യമന്ത്രിയാണേലും അടിയന്തരമായിട്ട് ഇത് ആവശ്യപ്പെടുക. അല്ല, ഇത് രാഷ്ട്രീയ ഭേദമന്യേ കാര്യമാണല്ലോ, ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ തീർച്ചയായും അടിയന്തരമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലുള്ള വീടുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റി സുരക്ഷിതമായ മറ്റ് സ്ഥാനങ്ങളിൽ മാറ്റി പാർപ്പിക്കുക, മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള തർക്കം മാറ്റിവെക്കുക, നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന നല്ല ഏജൻസികളെ കൊണ്ട് അതിന്റെ സുരക്ഷ ബലം ശരിക്കും പരിശോധിപ്പിക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാളിച്ച കണ്ടെത്താണെങ്കിൽ ആ വീടുകൾ പൊളിച്ചു പണിയാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ബലക്ഷയം ഉണ്ടെങ്കിൽ ബലപ്പെടുത്തി ആളുകളെ വീണ്ടും താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അതാണ് വേണ്ടത്. ഇവിടെ ഒരാളെങ്കിലോ CPM-ലോ വിള്ളൽ വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഉറപ്പ് കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ, സാമൂഹ്യ ജീവിതത്തിന് കൃത്യമായ നിദർശനമായ രീതിയിൽ നിൽക്കേണ്ട സർക്കാർ അതിന് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവരുടെ ഏത് തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിലുണ്ടാകും എന്ന് ആ രീതിയിൽ വരുന്ന വാർത്തകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.